ഇവിടെ ഈ ദുനിയാവിൽ എനിക്കെന്തു ബന്ധം, ഇരുൾ മൂടിയ ഈ വഴിയിൽ എന്തുണ്ട് സ്വന്തം. ആരോരുമില്ലാത്ത ഈ ലോകത്ത് അള്ളാഹു അല്ലാതെ മറ്റാരാണുള്ളത് തുണയേകാൻ? സ്വന്തവും ബന്ധവും അള്ളാഹു തന്നതല്ലാതെ മറ്റേതെങ്കിലുമുണ്ടോ? ഇളം തെന്നലായെത്തും ഹബീബിൻ്റെ സുഗന്ധം, ഇളം തെന്നലായെത്തും ഹബീബിൻ്റെ സുഗന്ധം. ഈ വഴിയേ വരണം ഹബീബിൻ സുഗന്ധം. അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോൾ അവൻ്റെ മലായിക്കത്തുകളും അവൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ ഇഷ്ടപ്പെടുന്നു. കാരണം ഹബീബില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുകയില്ല. ഒരമല് പോലും ഹബീബില്ലാതെ നമുക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. ആ ഹബീബിലേക്ക് ലയിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തു അള്ളാഹു ഏറെ തൃപ്തിപ്പെടുകയും ചെയ്യും. ഭ്രാന്തായാൽ എന്തു സുഖം, സക്റാത്തിൻ മൗത്തെന്തു രസം. അള്ളാഹുവിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് എന്താണ് വേണ്ടുള്ളത്? റാബിത്തുൽ അദബിയ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞില്ലേ, സ്വർഗമാണെങ്കിൽ തരുന്നത് അത് നീ തരല്ലേ, നരകമാണെങ്കിൽ എന്നെ നീ കത്തിച്ച് ചാമ്പലാക്കണേ, എനിക്ക് വേണ്ടുള്ളത് നിന്നെയാണ് റബ്ബേ, നിൻ്റെ ഔദാര്യമാണ്, നിൻ്റെ സ്നേഹമാണ് എനിക്ക് വേണ്ടുള്ളത്. ആ മൗത്തിൻ്റെ നേരത്ത് റബ്ബിലേക്ക് ലയിച്ചുകൊണ്ട് അങ്ങ് അള്ളാഹുവിലേക്ക് എത്തുവാൻ ഏത് മുഅ്മിനാണ് കൊതിക്കാത്തത്? ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിൻ്റെ വേളയിൽ അവിടുന്ന് പറഞ്ഞല്ലോ, യാ റഫീഖുൽ അഅ്ലാ, എനിക്ക് നിന്നെ മതി, നിന്നോടങ്ങ് ലയിച്ചുകൊണ്ട് നിന്നിലേക്ക് അടുക്കുവാനാണ് എനിക്കിഷ്ടമെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഭ്രാന്തായാൽ എന്തു സുഖം, സക്റാത്തിൻ മൗത്തെന്തു രസം. കൊടും കാടിനുള്ളിലെ ആ ഖബറെന്നൊരു വീട്, കൊടും കാടിനുള്ളിലെ ആ ഖബറെന്നൊരു വീട്. ചുടുചുംബനം നൽകാൻ അവിടാരുണ്ടെനിക്ക്, ചുടുചുംബനം നൽകാൻ അവിടാരുണ്ടെനിക്ക്. ആരാരുമില്ലാതെ ഉറ്റവരെയും ഉടവരെയും വിട്ട് നാം ഖബറിലേക്ക് ഏകനായി ദുനിയാവ് വിട്ട് നാം അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തല്ലാതെ മറ്റൊന്നും അവിടെയില്ല. ഇനിയും എത്രയോ നാളൻ വഴി ദൂരമുണ്ട്, ഇനിയും എത്രയോ നാളൻ വഴി ദൂരമുണ്ട്. ഖബർ, ആ ഖബറിൽ ഏകാന്തത